ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി സ്നേഹത്തോടു കൂടി നിർമ്മിച്ച ഒരു വീട്. ഉമ്മയുടെ ഉപ്പേനോടുള്ള ഒരു സ്നേഹമാണ്, സ്നേഹ സമ്മാനമാണ് ഈ വീട് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവരുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ വീട് നിർമ്മിക്കാൻ പറ്റിയത്. ആക്ച്വലി ഇവിടെ വേറൊരു സൂത്രമുണ്ട്. കാണിച്ചോ, എന്താന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ആക്ച്വലി ശരിക്കും എന്താ? ഇത് പുറത്തേക്ക് വ്യൂ. ഈ ബാത്റൂമിൽ 2 ഉണ്ട്, 2 WC ഉണ്ട്. ഇതും അതെന്താ 2 എണ്ണം? ഒന്ന് എനിക്ക്, ഒന്ന് എൻ്റെ ഭാര്യക്ക്. ഓ, അത് ഭയങ്കര ഇതൊരു നമ്മളൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഫീലിംഗ് എങ്ങനെയുണ്ട്? ഇത് അടിപൊളി. എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് നൈസ് വൈബ്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാ. അതെ അതെ അതെ. ഞാൻ ആദ്യം ഇത് കണ്ടെങ്കിൽ ഇവിടെ നിന്ന് എണീക്കില്ലായിരുന്നു. നല്ല അവിടെ തന്നെ ഇരുന്നോ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഗസ്റ്റ് ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു ഡൈനിങ് ടേബിളാണ്. ഇത് പറയായിരുന്നു ഒരു മരത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. ഒരു ഒറ്റ മരത്തിൽ നിന്നെടുത്താണ്. ഇതിന്റെ ലെങ്ത് ഒരു 430 സെന്റിമീറ്റർ ലെങ്ത്തും അതേപോലെ ഒരു 450 ഡയ വൃത്തിയുള്ള ഒരു വലിയൊരു മരമായിരുന്നു, ഗത്തുള്ള ഒരു മരമായിരുന്നു. ഈ മരം നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ഈ വീടിന്റെ വർക്ക് തുടങ്ങിയതൊപ്പം തന്നെ ഷബീർക്കും ഫൈസൽക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു, ഇത് ജക്കൂസിയാണോ, ബാത്തബല്ലേ? ബാത്തബ് ഉള്ളൊരു ബാത്റൂം. അപ്പൊ നമുക്ക് ഇനി താഴേക്ക് പോവാം. താഴെ ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഇതാണ് ആ ഒരു സർപ്രൈസ് അല്ലേ, ഹോം തിയേറ്റർ. അതൊരു മൾട്ടിപ്ലെക്സിലുള്ള ആ സെയിം സ്ക്രീൻ സൈസ് അല്ലേ? ചെറിയൊരു മിനി തിയേറ്റർ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ഏരിയ ആകാം. മൊത്തത്തിൽ അടിപൊളി. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അപ്പോൾ? ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലല്ല, നമ്മുടെ സ്വന്തം ഫൈസൽക്ക ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി നിർമ്മിച്ച നമ്മുടെ സ്വന്തം AK ഹൈറ്റ്സ് എന്ന ഹോമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് ഫൈസൽക്കേൻ്റെ അടുത്ത് നിന്ന് തന്നെ ചോദിച്ചറിയാം. സോ ഇതാണ് നമ്മളുടെ ഫൈസൽക്കയുടെ വീട്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു ഡോർ, അതാണ് നമ്മുടെ ആദ്യത്തെ മെയിൻ അട്രാക്ഷൻ. ഒരു വിശാലത ഉണ്ടാവും ഡോർ തുറക്കുമ്പോൾ. തേക്ക്, പിന്നെ പറഞ്ഞ ഞാൻ നേരത്തെ ഗിരീഷ് പരിചയപ്പെടുത്തില്ല, ഗിരീഷ് പറഞ്ഞ കാര്യം ചെയ്ത. ഓക്കെ, അടിപൊളി. ഗിരീഷിന്റെ വർക്കാണ്, കാർപ്പൻറ്ററി ഗിരീഷ്. അതൊന്ന് പറഞ്ഞു കൊടുക്കുക ഈ ഡോറിന്റെ കാര്യം. ഇത് നമ്മൾ ഈ ഡോറൊക്കെ ഇവിടെ മൊത്തത്തിൽ നമ്മൾ തേക്കാണ് ഉപയോഗിച്ചത്. ആ തേക്ക് നിലമ്പൂർ ഫോറസ്റ്റ് തേക്കാണ്. നിലമ്പൂർ ഫോറസ്റ്റ് തേക്ക് എന്ന് പറഞ്ഞാൽ 1944 ബ്രിട്ടീഷ് പ്ലാന്റേഷൻ തേക്കായിരുന്നു. എല്ലാം നമ്മൾ ഇവിടേക്ക് അങ്ങനെ തന്നെ ചൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റുള്ള ഡോറുകളൊക്കെ നമുക്ക് ബെൻഡും അതേപോലെ ഈ സിങ്കേജ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത്രയും എല്ലാ ഡോറുകളും നമുക്കിവിടെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഡോറുകളാണ്. എല്ലാം നമ്മൾ തേക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് ഫൈസൽക്ക പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയി സെലക്ട് ചെയ്തെടുത്തുകൊണ്ടെന്ന്. എനിക്ക് തീരെ റോളില്ലേ, മരമൊക്കെ എടുത്ത് കംപ്ലീറ്റ് സാധനം പൈസ കൊടുത്ത് തന്നെ എടുത്തുകൊണ്ടുവന്ന് ഒക്കെ പറഞ്ഞു. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ ഡോറാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ലുക്ക് പോകുന്നത് ഈ ഒരു ട്രീയിലേക്കാണ്. ഇത് ഏതാണ്, ഇതിന്റെ പേരെന്താ? എനിക്ക് ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ളൊരു ആളാണ് ഈ ഇതല്ലേ, കുറെ റീൽസിലും ഫോട്ടോസിലൊക്കെ. ശരിക്കും എന്താ വെച്ചാൽ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗ്രീനിഷ് വരുമ്പോൾ നമുക്ക് ബോൺസായി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആണ്. പക്ഷെ ഇതെല്ലാ സ്ഥലത്തും കോമൺ ആണ്. പക്ഷെ വീടിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇല്ലേ, ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടി നമുക്ക് സൂര്യപ്രകാശം കിട്ടും. അതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്, അറിയില്ല എത്ര കാലം നിൽക്കുന്നുള്ളത്. പക്ഷെ ഒരു വലിയൊരു അട്രാക്ഷനാണ്, ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് നമ്മളൊരു എഞ്ചിനീയർ പ്ലാനിങ്ങിലുള്ള സാധനം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രീ എന്നുള്ളത്. ഒരു ഇൻഡോർ പ്ലാന്റ് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആണ്. അങ്ങനെ തെരഞ്ഞു നടന്ന് ഒരു കറക്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടി കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ അത് പ്ലേസ് ചെയ്തു.
ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി സ്നേഹത്തോടു കൂടി നിർമ്മിച്ച ഒരു വീട്. നമ്മളിപ്പോൾ നേരത്തെ ഒരുപാട് സംസാരിച്ച പോലെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭംഗി കുറച്ച് കൂടുതലായിരിക്കും, അതിന് കുറച്ച് കഷ്ടപ്പാട് നമ്മൾ അറിയില്ല എന്നൊക്കെ പറയാറില്ലേ. അപ്പം ഉമ്മയുടെ ഉപ്പേനോടുള്ള ഒരു സ്നേഹ സമ്മാനമാണ് ഈ വീട് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവരുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ വീട് നിർമ്മിക്കാൻ പറ്റിയത്. പിന്നെ ഞാനും ഇവിടെ കുറവാണ്, ഇത് ഉമ്മക്കുപ്പം തന്നെയാണ് ഇവിടെ തന്നെ ഫുൾ ടൈം വീടുള്ളത്. പിന്നെ ഞാനൊരു കൊല്ലത്ത് 2 മാസം അല്ല 3 മാസം മാക്സിമം. അത് കഴിഞ്ഞാൽ ഫുൾ ടൈം ഉള്ളത് അവരാണ്. പിന്നെ അവരെ പരിചരിക്കാനുള്ള കുറേ ആൾക്കാർ. എന്ത് പറഞ്ഞു ഈ വീട് ഫൈനൽ കണ്ടതിന് ശേഷം? ഇത് ശരിക്ക് കുറച്ച് വീട് ഞാനിതിലും ചെറിയ വീടാണ് ഉദ്ദേശിച്ചത്. എൻ്റെ ഉപ്പ പറഞ്ഞത് മിനിമം കുറച്ച് ഇത്രയെങ്കിലും സ്ക്വയർ ഫീറ്റ് വേണമെന്നുള്ളത് ഉപ്പൻ്റെ ഡിമാൻഡായിരുന്നു. ഉപ്പൻ്റെയും എൻ്റെ ഭാര്യൻ്റെയും ഈ 2 ഡിമാൻഡാണ് ഞാൻ അംഗീകരിച്ചത്. ഞാൻ ഒരു ചെറിയ വീട് എന്നുള്ളൊരു രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്താണ്. പക്ഷെ അവരെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ഒരു വീട് എടുക്കാൻ കാരണം. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അപ്പോൾ? സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം ഉണ്ട്, അത് നമ്മൾ പറയണ്ട. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു പെയിന്റിങ് വെച്ചിട്ടുണ്ട്. ഈ പെയിന്റിന്റെ എന്താ പറയുക, ഇവിടെ ഉള്ള ഇതിനുള്ളിൽ തന്നെയുള്ള പെയിന്റിങ് ആട്ടോ ഇത്. ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മരമാണ്, ഇതിന്റെ പുറത്തുള്ള ഗാർഡനുള്ള ഒരു മരമാണ് ഇവിടെ പെയിന്റ് ആയിട്ട് വെച്ചത്. ശ്രദ്ധിച്ചാൽ ഫ്രണ്ടിലിരിക്കുന്നതാണോ? ഫ്രണ്ടിലിരിക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഗേറ്റിന്റെ സൈഡിൽ ഒരു മരമല്ലേ. ഓക്കെ. ഇത് എങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിച്ച എഞ്ചിനീയർ, എല്ലാ എഞ്ചിനീയർ നമ്മളെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് വാഫി സാഫി എന്നുള്ള കോൺസെപ്റ്റ്. കറക്റ്റ് വേർഡ്സ് കറക്റ്റ് ആണോന്ന് അറിയില്ല, അത് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ശരിക്കും ഗൂഗിൾ ഇട്ട് നോക്കി. ജാപ്പാനീസ് സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു വീടാണ് ഇവിടെ. ജസ്റ്റ് അത് എൻ്റെ മകൻ്റെ കോൺസെപ്റ്റ്. എൻ്റെ മകൻ്റെ പേര് ജാസിം ഫൈസൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ആമിന ജാസിം. അവർ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് അവൻ്റെ ഒരു ഐഡിയയിലാണ്. അവരല്ലേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ, പിന്നെ അവരതാണല്ലോ വീട്. അപ്പോൾ അവരെ കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയതാണ്. എന്തൊക്കെ ഉണ്ട് പിന്നെ മസ്താനി, നമുക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാം. എനിക്ക് തോന്നുന്നു ഈ വീട് ഏറെക്കുറെ ഒരു പിൻട്രസ്റ്റ് എസ്തെറ്റിക് വൈബ് കൂടുതലുള്ളൊരു വീടാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയില്. എവിടെ നോക്കിയാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കുറേ ഫ്രെയിംസ് ഉണ്ട്. ഞാൻ വന്നപ്പോ ആദ്യം നോക്കിയത് അതാ, എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എവിടെയും ഫ്രെയിം ഉണ്ട്. ഇതാണ് അപ്പൊ ഒരു ഗസ്റ്റ് ഏരിയ അല്ലേ? എനിക്ക് തോന്നുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്ലോഗൻ പോലെ തന്നെ ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു ബ്യൂട്ടി മീൻസ് ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക്സും എല്ലാ ഒരു കോർണേഴ്സിനും ഭയങ്കര ക്വാളിറ്റി എസ്തെറ്റിക് ഫീൽ ഉണ്ട്. അതങ്ങനെ നല്ല വർക്കായാല് നമുക്ക് ഹൃദയത്തിൽ ബ്യൂട്ടി ഉണ്ടാവും. നല്ലൊരു ടീം വർക്കായിരുന്നു നമ്മളെ വീട്. അപ്പൊ അതിനെക്കൊണ്ട് അതിന്റെ റിസൾട്ട് നല്ലതാ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും രസം എന്താ പറയുക, ഇതില് ലാസ്റ്റ് വീടിന്റെ ശരിക്കുള്ള വർക്ക് തീർന്നത് 10 ദിവസം വിട്ടാണ്. ആ 10 ദിവസം ഗിരീഷിന്റെ ഇൻവോൾവ്മെന്റ്, കാരണം എല്ലാവരും ഒരു ചാലഞ്ച് ഏറ്റെടുത്തു. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അതെ, ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാവരും ആ ഒരു ഒരേ 24 മണിക്കൂർ 24 hours വർക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ നിർത്തിയിട്ടില്ല, എല്ലാവരും കണ്ടിന്യൂസ് ഷിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കയറി വർക്ക് ചെയ്തു. അതിന്റെ ഒരു റിസൾട്ടിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി, ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് തീർക്കാൻ പറ്റി. ഈ ഫർണിച്ചർ അതിന്റെ 3 ദിവസം വിട്ട് അവിടെ ഇവിടെ അല്ലേ മൊത്തം എത്ര ദിവസം എടുത്തു കംപ്ലീറ്റ്ലി? എത്ര നാളത്തെ ഒരു ഹാർഡ് വർക്ക് ആണ്? 3 yearsന്റെ ഉള്ളിൽ 3 yearsന്റെ ഒരു ഹാർഡ് വർക്ക് ആണ് ഇപ്പൊ നമ്മള് ഈ കാണുന്നത്. ഇവിടെ ശരിക്കും ഈ വീടിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമുക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്ത ജോലിക്കാരാണ്. അവരെ കഠിനാധ്വാനം കൊണ്ടാണ്. സ്വാമിന്റെ അതൊന്ന് എല്ലാരെയും വിളിച്ച് എല്ലാ വർക്കേഴ്സിനും വിളിച്ച് നമ്മള് അവർക്ക് ഒരു ഫുഡും അവർക്ക് വേണ്ട ഒരു ഗിഫ്റ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഗോൾഡ് വരെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ വീടിന്റെ അമ്മന്റെ കൊടുത്തു, അതെ ആദരിച്ചു, സ്റ്റാഫിനെ ആദരിച്ചു. പിന്നെ അത് നമ്മള് പൈസൽക്ക് നമ്മള് വീടിന്റെ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ വർക്കിൽ എല്ലാം നല്ല ഫിനിഷ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ അവാർഡ് കറക്റ്റ് സമയത്ത് എല്ലാവർക്കും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മള് പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതേപോലെ തന്നെ നമ്മളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. 300-400 ആളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് അല്ലാതെ നമ്മളെ ഈ വീടിന്റെ പണിയെടുത്ത ആൾക്കാരെ 400-450-500 ആളുണ്ട് മൊത്തം. അത് കൂടുതൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾ കുറെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഓൺ ലൈവായിട്ട് 450
500 ആളെടുത്തുണ്ടായിരുന്നു നമുക്ക് ഇവിടെ. ആ ഉണ്ടായിരുന്നു. അല്ലല്ലേ നമ്മൾ ഫംഗ്ഷനിലുണ്ടായിരുന്നു. ഫംഗ്ഷനിലുണ്ടായിരുന്നു. ജോലി ചെയ്ത ആളുകൾ ജോലി ചെയ്ത ആൾക്കാരെ മാത്രം വെച്ചിട്ട് നമ്മളിവിടെ ഒരു 500 ആളെടുത്തുണ്ടായിരുന്നു. നമ്മളിവിടെ ഹൗസ് വാമിങ് കഴിച്ചു. അവർക്ക് വേണ്ടി മാത്രം ഒരു പരിപാടി, ഇവന്റും അവാർഡും വർക്കേഴ്സിന് വേണ്ടി മാത്രം ഒരു ഡേ വെച്ചിരുന്നു. ഗോൾഡ് കോയിന്റെ കാര്യം പറയുമ്പോഴാണ് 1 ലക്ഷം കടന്നു. എങ്ങോട്ടാ പോക്ക്? എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഗോൾഡ് കോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് പറമ്പ് വാങ്ങലല്ല, ഒരു വീട് വെക്കലും അല്ല. നിങ്ങൾ വാങ്ങുന്ന ഓരോ കോയിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പാമായി ഇന്നിപ്പോൾ 1 ലക്ഷം, 2-3 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ലക്ഷം. ഇതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താ പറയുന്നത്? എന്നാൽ ഇത്രയും ഒരു പവന് ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഡ് കോയിനാണ്. ഡെയിലി കൂടിക്കൊണ്ടിരിക്കും. ഡെയിലി കൂടും. സാധാരണക്കാര് ഞാൻ 93 മലബാർ ഗോൾഡ് തുടങ്ങുന്ന സമയത്ത് ഈ സാധനത്തിന് 350-400 രൂപ ഗ്രാമിനുള്ളൂ. അയ്യോ സത്യം, ഞാൻ പണ്ടത്തെ ഒരു ന്യൂസ് കട്ടിംഗ് ഒക്കെ കണ്ടു. 2000 രൂപക്ക് കിട്ടിയിരുന്നത് ഇപ്പൊ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. നല്ല ഇൻവെസ്റ്റ്മെന്റാ. ഏകദേശം എത്ര വരെ പോകും പറയാൻ പറ്റൂല, പക്ഷെ കൂടുന്ന പറയുന്നത്. ഇനി കുറയാൻ ചാൻസ് ഇല്ല. ലോങ് ടൈമിലേക്ക് കൂടുന്ന പറയുന്നത്. ഷോർട്ട് ടൈമില് പിന്നെ എന്ത് സംഭവിക്കാം, പക്ഷെ ലോങ് ടൈമില് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കൂടി പോകും. ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസും കൂടിയാണെന്ന് തോന്നണല്ലേ. ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സാധാരണക്കാരന് വേണമെങ്കിൽ 1 ഗ്രാം മേടിക്കാം, 2 ഗ്രാം മേടിക്കാം, 5 ഗ്രാം. ഇപ്പോഴും അത് വാങ്ങാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 1 ഗ്രാമിന് എത്ര രൂപ? 12 സംതിങ് അടുത്ത് വന്നു ഇപ്പോ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് 6000 രൂപയ്ക്കൊക്കെ 1 ഗ്രാം മൂക്കുത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ 12000 രൂപ കൂടിക്കൊണ്ട് വരിക. ഓക്കെ, നമ്മളിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നോർമലി ആൾക്കാരെ ഇപ്പം വീടൊക്കെ വെക്കുന്ന സമയത്ത് ഉള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പ് നിലനിർത്തിയിട്ടുണ്ട്. അത് ഫൈസൽക്കയുടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്തായിരുന്നു. പിന്നെ ഞാൻ തന്നെ പോയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ബാക്കിയുള്ള മരങ്ങളൊക്കെ ഗിരീഷെടുത്ത്, പക്ഷെ ചെടികളും മരങ്ങളും എടുക്കാൻ ഞാൻ ഡയറക്റ്റ് പോയിട്ടുണ്ട്. ഞാൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇന്ന മരം അവിടെ അതിൽ നല്ല ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുണ്ട്. പൊതുവെ ഇഷ്ടമാണ് ചെടികളും പച്ചപ്പ് ഇഷ്ടമാണ്. ഇതിനകത്തേക്ക് കയറിയ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, എല്ലായിടത്തും മരങ്ങളുണ്ട്, ആ ഒരു തണലും ഉണ്ട്. അതൊരു വളരെ ഒരു നല്ല കാര്യം. കാരണം നമുക്കിപ്പോ കാണാൻ കിട്ടാത്ത കാര്യങ്ങൾ. ഉച്ച സമയങ്ങൾ നോക്കണം. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഫീല്? ഇത് ആക്ച്വലി ഇല്ല, നട്ടുച്ചയ്ക്കാണ് ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷെ നമുക്ക് അങ്ങനെ ചൂടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഓൾറെഡി AC ഇട്ടിട്ടുണ്ടെന്ന്, പക്ഷെ AC ഇട്ടിട്ടില്ല. പിന്നെ ഒരു അട്രാക്ഷൻ ഈ ഒരു വാട്ടർ ബോഡിയിലെ 2 മീനുണ്ട്. ഈ 2 മീൻ ഇത്രയും വലിയ വാട്ടർ ബോഡി, അല്ലെങ്കിൽ ഇനി ഇതിന്റെ മീനുകൾ ഇനി വരും. കപ്പിൾസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ അവരൊരു ഫാമിലി ആയിട്ട് വരും. ഫാമിലി ആയിട്ട് അവർ പെറ്റ് പെരുകി കുട്ടികളാവട്ടെ. ഓക്കെ, അതുകൊണ്ട് 2 കപ്പിൾസ്. ഞാൻ നോക്കുമ്പോൾ ഫുൾ ടൈം ഓടി കളിക്കാം, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള. ഇത് ഏത് ഗോൾഡ് ഫിഷ് ആണ്? ഒരു ഐഡിയ ഇല്ല. ഇല്ല, എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലെ ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം, ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ദിവസത്തിൽ ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ ഗസ്റ്റ് ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു ഡൈനിങ് ടേബിളാണ്. ഇതിനെന്താ പറയാ, ഡൈനിങ് ടേബിൾ. ഇത് പറയായിരുന്നു ഒരു മരത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. ഒരു ഒറ്റ മരത്തിൽ നിന്നെടുത്താണ്. ഇതിന്റെ ലെങ്ത് ഒരു 430 സെന്റിമീറ്റർ ലെങ്ത്തും അതേപോലെ ഒരു 450 ഡയ വൃത്തിയുള്ള ഒരു വലിയൊരു മരമായിരുന്നു, ഗർത്തുള്ള ഒരു മരമായിരുന്നു. ഈ മരം നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ഈ വീടിന്റെ വർക്ക് തുടങ്ങിയപ്പം തന്നെ ഷബീർക്കും ഫൈസൽക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നമുക്ക് കാര്യം പറയാനുണ്ട്. ഇതെന്റെ ഒരു സ്വന്തം സഹോദരനാണ്. ഒരമ്മ പ്രസവിക്കണമെന്നില്ല, ഒരു സഹോദരനാണെങ്കിൽ. ഗിരീഷ് എന്ന് പറഞ്ഞാല് നമ്മളെ കൂടെ ഇപ്പം 18 വർഷമായിട്ടോ? 28 വർഷം നമ്മൾ ചെയർ മലബാർ ഗോൾഡിന്റെ ചെയർ തൊട്ടിട്ട് നമ്മൾ 28 വർഷമായിട്ട് നമ്മളെ കൂടെയുള്ള ഒരു സഹോദരനായത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറുപ്പം നോക്കിയ ഒരു പ്രായം തോന്നൂല. ഇത് മരത്തിലുണ്ടാവുന്ന ഈ തോലുകളാണ്, നാച്ചുറലാണ്. ഇതാണ് ശരിക്കും ഇതിന്റെ മരത്തിന്റെ വയറെന്ന് പറയും നമ്മള്. ഇതാണ് ശരിക്കും ഫുഡ് അടിക്കാൻ വേണ്ടി ഇവര് ഇതിലാണ് മരം ഈ ഫുഡ് വലിച്ചെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഹോളാണിത്. ഇത് ചില മരത്തിൽ വളരെ ചെറുതായിരിക്കും, ചിലതിൽ വലുതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ആരുടെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്? ഇനാമിന്റെ ബെഡ്റൂമിലേക്ക്. ഇനാമിന്റെ ബെഡ്റൂമിലേക്കാണോ? അതെ. പെയിന്റ് ഉണ്ടോ? ഇത് എന്റെ ബെഡ്റൂം. ഓക്കെ,
ഇതാണ് ഫൈസൽക്കയുടെ ബെഡ്റൂം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. ആ കുറച്ച് പാപ്പന്റെ ആണോ? അതെ. ഇതാരാ? ഇതാരാ പറഞ്ഞോടുക്ക്? ഇതാരാ പറഞ്ഞോടുക്ക്? ഇതാരാ പറഞ്ഞോടുക്ക്? ഇതാരാ പറഞ്ഞോടുക്ക്? ഫോട്ടോയില് മമ്മയും പാപ്പയാണോ? ഇത് ഗിഫ്റ്റ് ചെയ്തതാണോ? ആ ഇത് ഇവര് ഗിഫ്റ്റ് ചെയ്ത, പ്രിൻസി ഗിഫ്റ്റ് ചെയ്ത. ഓക്കെ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ബെഡ് സ്പേസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എവിടുന്നാ? ഇതൊക്കെ എല്ലാം ഇവിടെയും കളേഴ്സ് ഭയങ്കര ലൈറ്റ് കളറാണല്ലോ യൂസ് ചെയ്തേക്കുന്നത് എല്ലാം. ഒറ്റ കളർ ഉണ്ടല്ലേ ബെഡിലൊക്കെ? ലൈറ്റ് കളേഴ്സ്. അത് മാത്രമല്ല ഈ റൂമിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുന്ന് ഓരോ കോർണറിൽ നിന്നും നമ്മൾ കാണുന്ന വ്യൂ ആണ്. അതേപോലെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഈ കേർട്ടന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. തുറന്നോക്കാം. അടിപൊളി വ്യൂ. ഒരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേക്കേഷനിലൊക്കെ പോയില്ലേ, ഭയങ്കര ഹിൽ സ്റ്റേഷൻ, മൂന്നാർ, വാഗമൺ, അവിടുത്തെ റൂംസിലെ ബാൽക്കണിയിലൊക്കെ നിന്ന് നമ്മൾ നോക്കുന്ന ഒരു വ്യൂ പോലത്തെ ഒരു അടിപൊളി വ്യൂ. എനിക്ക് തോന്നുന്നു ഈവനിങ് ഏർലി മോർണിംഗ്സിനൊക്കെ ഫുൾ ഫോഗ് ആയിരിക്കുമല്ലോ ഇവിടെ. പിന്നെ നല്ല തണുപ്പും ആക്ച്വലി അങ്ങനെ വലിയ ചൂടൊന്നുമില്ല. ഇപ്പൊ ചൂടില്ലല്ലോ. ഇല്ല പക്ഷെ നല്ല വ്യൂ അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇപ്പോ വാഷ്റൂം. ഇവിടെ സെപ്പറേറ്റഡ് ആണ്. എനിക്കൊന്ന് കുളിക്കാനൊരു സ്ഥലം, ബ്രഷിംഗ് പരിപാടീസ് എല്ലാം ഉണ്ട്. കൊള്ളാം. ഈ ബാത്റൂമിൽ 2 ഉണ്ട്, 2 WC ഉണ്ട്. ഇതും അതെന്താ 2 എണ്ണം? ഒന്ന് എനിക്ക്, ഒന്ന് എൻ്റെ ഭാര്യക്ക്. അത് ആക്ച്വലി കറക്റ്റ് ആട്ടോ, 2 എണ്ണം കാണിച്ചു കൊടുക്കൂ. ഒന്ന് തൊട്ടടുത്ത് തന്നെ 2. ഞാൻ വേറെ സംഭവം ഇതിൻ്റെ അകത്ത് റിമോട്ട് കാണുന്നില്ല. ഇത് ശരിക്കും ഫുള്ള് തുറക്കാം. ഇത് ഫുള്ള് പുറത്തേക്ക് വ്യൂ ആക്കാം. ഞാനതാ നോക്കുന്നത്. ഒരേ സമയം 2. ആക്ച്വലി ഇവിടെ വേറൊരു സൂത്രമുണ്ട്. കാണിച്ചോ? എന്താന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ആക്ച്വലി ശരിക്കും എന്താ? ഇത് പുറത്തേക്ക് വ്യൂ. അപ്പൊ അതെന്താ പോയത്? ലൈറ്റ് ആണോ? ലൈറ്റ് അല്ല, അത് ആ ഒരു ഫിലിം ഉണ്ടല്ലോ, ഫിലിം ഓപ്പൺ ആക്കി ഒന്നുകൂടി ഭയങ്കര സ്പീഡില് ട്രാൻസ്പെറന്റ് ആക്കി. കൊള്ളാം. നമുക്കിപ്പോ നല്ല വ്യൂ ഒക്കെ കണ്ട് പല്ല് തേക്കാം, കുളിക്കാം. ബാത്റൂം ഇങ്ങനെ കുളിക്കുമ്പോ ഉള്ളിലേക്ക് വന്നു ചെരുപ്പിട്ടു. ഇതിട്ടു ബാത്റൂമാണ്. ഇത് നമ്മള് പോയി. കൊള്ളാം. ലൈറ്റ് ഇത് എന്താ ആക്ച്വലി? ഒന്നുകൂടി കാണിച്ചേ. ലൈറ്റാണോ? ലൈറ്റാ. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പോവാൻ പോകുന്നത് വാക്ക് ഇൻ വാർഡ്രോബിലേക്കാണ്. ഇതാണ് ഫൈസൽക്കയുടെയും പ്രിയതമയുടെയും അല്ലെ, 2 പേരുടെയും കൂടി അല്ലേ, 2 പേരുടെയും വാർഡ്രോബാണിത്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ഫോട്ടോ ഉണ്ട്. ഉപ്പ, ഉമ്മ. മനസ്സിലായോ? ഇത് ഞാനിപ്പോ കണ്ടത് ഹസ്ബൻഡ്. ഇത് കുട്ടി, ഇമ്മ അല്ലേ? ഉപ്പ, ഉമ്മ, ഞാന്, ഭാര്യ, മകന്റെ വൈഫ്, മകന്റെ മകന്റെ കുട്ടി, മകൻ. ഓക്കേ, ഫുൾ ഫാമിലി. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പെയിന്റിംഗ് ആണ്. ഇത് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഗിഫ്റ്റ് തന്നതാണ്. വാവ്, നല്ല പെയിന്റിംഗ്. ഇതാണ് വാർഡ്രോബ്. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇപ്പൊ ഇരിക്കുന്നത് ബാൽക്കണിയിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വ്യൂ, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബാൽക്കണിയാണ്. എനിക്കൊന്ന് ഈവനിങ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. മോർണിംഗ് ഈവനിങ് നല്ല രസമാണ്. ഓരോ സമയത്ത് ഓരോ രസം. ഇപ്പൊ ഒരു വെയിലിന്റെ രസമാണ്. ഇപ്പൊ നമ്മൾ മുകളിൽ ഇങ്ങനെ പ്രകാശം അടിക്കും. അതെ. ഈ മരം മനസ്സിലായെങ്കിൽ ഇതേതാ? ഒലീവ്. ഒലീവ് നമ്മള് കഴിക്കുന്ന ഒലീവ്, ആ മരം. ഇത് രസല്ലേ? മരം രസല്ലേ? ഇത് നല്ല ഭംഗിയുണ്ട്. നല്ല വ്യൂ മൊത്തത്തില്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു റിസോർട്ടിലേക്ക് വന്നൊരു ഫീലാ. വീടാന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ ഫാമിലി സിറ്റിംഗ് ആണ്.
ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാനുള്ള വ്യൂ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡ് നമ്മളെ ട്രീ ബാൽക്കണി, പിന്നെ ഇവിടെ ടി വി ഏരിയ ആണല്ലേ, ടി വി ആണ്. പിന്നെ നമ്മളെ സ്റ്റെയർകേസ് മുകളിലേക്ക് പോകാനുള്ള എല്ലാം ഉണ്ട്. അതെ, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ഇവിടെ ടൈലൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ടൈലിന്റെ ഫ്ലോറിങ് ചെയ്തത് സുബീഷാണ്. ഇന്ത്യ തന്നെ നമ്പർ 1 ആണ് അവന് ഫ്ലോറിങ് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ. ആള് ദുബായിൽ എൻ്റെ വീട് ചെയ്യുന്നത് സുബീഷാണ്. നമ്മളൊരു മൈ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്, ഡാൻസറും കൂടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കിച്ചണിലാണ്. എനിക്ക് തോന്നുന്നു വീടിന്റെ ഒരു ഹൃദയഭാഗം കിച്ചൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടും. ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഒരു വീട്ടിലെ കിച്ചൺ എത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നു അതേപോലെ തന്നെ ആയിരിക്കും ആ വീട് അത്രയും ഭംഗിയായിട്ടിരിക്കുന്നു. നമ്മൾ ആരോഗ്യവും കേട്ടിട്ടുണ്ട്, നമ്മൾ ആരോഗ്യം. കറക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി കുറേ ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടാവും, ഒരുപാട് ഓപ്ഷൻസ് നോക്കി. ലാസ്റ്റ് നമ്മൾ സ്റ്റീൽ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, സ്റ്റീൽ കിച്ചണാണ് ഏറ്റവും നല്ലത്. കാരണം ഈ കൂറ അങ്ങനൊന്നും കിടക്കൂല, എപ്പോൾ ഹൈജീനിക് ആയിട്ടുണ്ടാവും, നമുക്ക് ധൈര്യത്തിൽ ഭക്ഷണം കഴിക്കാം, ഫുഡ് കഴിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കണ്ടാലോ? കാണാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? അപ്പോൾ ഈ സ്റ്റീൽ ഫ്ലൈ എന്ന് പറഞ്ഞാൽ, സ്റ്റീൽ ഫ്ലൈ നല്ലൊരു ബ്രാൻഡാണ്. അവർ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവിടുന്ന് വീഡിയോ ഒന്ന് ക്യാമറ അങ്ങോട്ട് വിട്ടോ, ഒന്ന് എന്തോ കുത്തി പറയുന്ന പോലെ. രഞ്ജിത്ത് ഒരു ബ്രാൻഡ് തന്നെയാണ്. രഞ്ജിത്തിനൊന്ന് ക്യാമറ ഒന്ന് കാണിക്കുക. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളെ ക്യാമറ ഒന്ന് കാണിക്കുക. ഇതിപ്പം ഇയാളാണ് കിച്ചൺ ചെയ്തത്. ഇയാൾ കുറേ ദിവസം എൻ്റെ ബാക്കിൽ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പൈസൽക്ക് ഒന്ന് ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളീൻ്റെ അടുത്ത് നിന്ന് എന്തായാലും ഈ ബ്രാൻഡിങ്ങിന് ചാർജ് ചെയ്യണേ. എത്ര ദിവസമായി ബാക്ക് കൂടിയെന്ന് അറിയോ? സ്വൈരം തരുന്നില്ല, വിളി അവിടുന്ന് വിളി ഇവിടുന്ന് വിളി. ഉഷാറായി കളയാം, ശരിക്കും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തേട്ടൻ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു. രഞ്ജിത്ത് കാണിച്ചു കൊടുക്കും. See, these are 304 grade steel ആണ്, solid steel ആണ്. So nothing will happen. ഒന്നും ആവില്ല, ലൈഫ് ടൈം ഒന്നും ആവത്തില്ല ഇത്. അപ്പോൾ അതാണ് മെയിൻ. ടെർമൈറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഇതിനകത്ത്. മെയിൻലി കേരളം ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ടെർമൈറ്റ് ഇഷ്യൂസ് ആണ് കൂടുതൽ. അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ സ്റ്റീൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സോ യു കൻ വെള്ളം ഒഴിച്ച് പിന്നെ ക്ലീൻ ചെയ്താലും ഒന്നും ആവത്തില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ ഫൈസൽക്ക് സജസ്റ്റ് ചെയ്തത്. ഫൈസൽക്ക് പിന്നെ ഒരുപാട് ഹോംവർക്ക് ചെയ്ത് ചെയ്ത ശേഷം ഒരുപാട് ബാക്കിൽ കൂടി കിട്ടും. എല്ലാം പറയുന്നത് ബാക്കിൽ കൂടി അവസാനം ഇയാൾക്ക് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ പഠിച്ച് രഞ്ജിത്തിനെ കുറിച്ച് പഠിച്ചു. ഇയാൾ ബാക്കിൽ ഒരുപാട് കൂടിയുണ്ട്. കൂടി മനുഷ്യന്റെ മാക്സിമം അങ്ങേറ്റം കുറിച്ച് പിന്നെ ഞാൻ പഠിച്ച് ഇയാളെ കുറിച്ച് പഠിച്ച്. ഇയാൾ നല്ലതാണ്, സ്റ്റീലും നല്ലതാണ്. ഇയാള് പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട്. ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സ്റ്റോർ റൂം. ശരിക്കും സ്ഥലം കുറെ ഉണ്ട്, പക്ഷെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. കാരണം ഈ നീന്തൽപ്പായ ഉണ്ടെങ്കിൽ നല്ല വിശപ്പുള്ള പീറ്റ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുക, ഇങ്ങനെ കഴിക്കുക. പൈതി എടുത്തോ, നല്ലതാ. ഇങ്ങനെ എടുത്തിട്ട് നല്ല വെള്ളമൊന്നൊക്കെ. ഇത്ര വലിയ മനുഷ്യനോട് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോൾ. ഞാൻ ചോദിച്ചു ബെഡ്റൂം പറയും, അല്ലെങ്കിൽ ലിവിങ് ഏരിയ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോർണർ പറയും, നല്ല വ്യൂ ഒക്കെ കിട്ടും. എന്നോട് പറയാം സ്റ്റോർ റൂം. എന്താ റീസൺ? നല്ല പഴം കിട്ടുന്നത്. ഞാൻ ഇതൊട്ട് എക്സ്പെക്ട് ചെയ്യാത്തൊരു ആൻസർ ആയിരുന്നു. നല്ല നേന്ത്രപ്പഴം കഴിച്ചാൽ ഇന്ന് രാത്രി വരെ ഇതുകൊണ്ട് പോകും. ആണോ? രാത്രി വരെ പോകും. നല്ല എനർജിയാണ്. നിങ്ങൾ കണ്ടിട്ട് സ്പോർട്സ് ആൾക്കാർ, സ്പോർട്സ് ഇല്ലേ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആൾക്കാർ നേന്ത്രപ്പഴം കഴിക്കും. ഓർഗാനിക് ആയിട്ടുള്ള നേന്ത്രപ്പഴം കഴിച്ചാൽ അത് മതി രാത്രി വരെ. ഡയറ്റ് ഫുഡൊക്കെ നോക്കുന്ന ആളാണ്. ഡയറ്റ് ഫുഡ് നോക്കുന്ന ആളാണ്. അതാണ് ഫുഡിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഓക്കെ, നമ്മളിപ്പോൾ കിച്ചണിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ വന്നപ്പം ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മഞ്ഞൾപ്പൊടി അതുപോലുള്ള കറകളൊക്കെ ആകുന്നത് കുറച്ച് ടെൻഷനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മളിതൊക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇവിടെ ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ ഇതിൻ്റെ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച നമ്മുടെ ഒരു കളറില്ല, ഈ സാധനമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും.
കണ്ടോ അപ്പം തന്നെ എൻ്റെ കൈ കൊണ്ട് പോയി. പൊതുവേ ചെയ്യാൻ പറ്റും. കിച്ചണിൽ വൈറ്റ് ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു ടെൻഷൻ എനിക്കൊക്കെ പേഴ്സണലി ടെൻഷൻ ഉണ്ടോ? വൈറ്റ് കളറിൽ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട്. വൈറ്റ് ഒരു പ്രകാശമാണ് ഇവിടെ, വൈറ്റ് ഒരു എനർജി, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ്സോട് കൂടി വൈറ്റാണ് ഇപ്പോൾ ഒരു ഹൃദയത്തിൽ പ്രകാശം പരത്തുന്നത് കളറാണ്. ഓക്കെ, ഞാൻ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും കൊടുക്കണം. ഭയങ്കര ഫെദർ ടച്ചാ. അത് ഓപ്പൺ ആവുന്നത് നമ്മൾ പോലും ആക്ച്വലി അറിയുന്നില്ല. പുറകെ നടന്നത് വെറുതെ ആയില്ല എന്നൊക്കെ. ഇപ്പം 4 പോർഷൻസ് ഉണ്ടല്ലേ കിച്ചൺ ഉണ്ട്. കിച്ചൺ നമുക്ക് പാൻട്രി, പിന്നെ ഇത് മെയിൻ കിച്ചൺ, ബാക്കിൽ വർക്ക് ഏരിയ, ലോണ്ടറി, സ്റ്റോർ റൂമിൽ നല്ല പഴം കിട്ടും. ആണോ? സ്റ്റോർ റൂമിലാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ ഞാൻ വന്ന സമയത്ത് ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു കാര്യം, എവിടെ നിന്നാലും ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഗ്രീനിഷ് ആണ്. എനിക്ക് തോന്നുന്നു ഈവനിങ്ങും ഏർലി മോർണിംഗും ഒക്കെ ഭയങ്കര, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭയങ്കര ക്ലൈമറ്റ് ആണ്. നമുക്ക് പുറത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടും, ശുദ്ധവായു ബ്രീത്ത് ചെയ്യാൻ പറ്റും, ശ്വസിക്കാൻ പറ്റും. ഈ ഒരു ലോങ് വിൻഡോ ഒക്കെ കൊടുത്തത് തന്നെ ഈ ഒരു ഗ്രീനറി മിസ് ചെയ്യാതിരിക്കാൻ, സൂര്യപ്രകാശവും കയറാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെയും വൈകുന്നേരത്തെയും കയറുമല്ലേ, ഉച്ചക്കത്തെയും കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല വിറ്റാമിൻ ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. ശരിയാ. എനിക്ക് തോന്നുന്നു നല്ല വ്യൂ ഒക്കെ കണ്ട് ഇവിടുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും നല്ല കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടാം. സമാധാനത്തോടു കൂടി പിന്നെ ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ ഇനി മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാണ്. അവിടെ ഇനി എന്തൊക്കെ? മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്. ആ 2 ബെഡ്റൂമും അതിൻ്റെ ബാൽക്കണിയും, അതുകൂടാണ്ട് വലിയൊരു ഔട്ട്ഡോർ ഉണ്ട്. ഔട്ട്ഡോറിൽ ഗാർഡൻ ഉണ്ട്. ഔട്ട്ഡോറിന് പുറത്തേക്ക് ഒരു ഫാന്റാസ്റ്റിക് വ്യൂ ആണ്. 2 ഔട്ട്ഡോർ ഉണ്ട്. നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് മകൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ. ഓ വാവ്, ഇവിടെ ഓരോ റൂമും ഒന്നിനൊന്ന് ഇവിടുന്ന് ഭയങ്കര രസമല്ലേ? ഇവിടെ എനിക്ക് ആക്ച്വലി നല്ല വ്യൂ ഉണ്ട് ആ വീട്ടിലേക്ക്. ഇവിടെയും ഉണ്ട് ബാൽക്കണി. എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ടല്ലേ? എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട്. ഈ വ്യൂ ഭയങ്കര കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ട്. ഇവിടെ ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്. അടിപൊളിയല്ലേ? ഇത് കൊള്ളാം. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു, ഇത് ജക്കൂസിയാണോ? ബാത്തബ് ഉള്ളൊരു ബാത്റൂം ഇവിടെയും ഉണ്ടല്ലേ? എല്ലാ ബാത്റൂമിലും ഉണ്ട് ഈ ഒരു സംഭവം. ഇത് ഭയങ്കര വ്യൂ ആ. നൈറ്റ് ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് ചുമ്മാ. നമ്മളെ ഈ ബാത്റൂമിന്റെ ഈ ഡോർ ഉണ്ടല്ലോ, ഡോർ എവിടെയും ചെയ്യാത്തൊരു ടൈപ്പ് ആയിരുന്നു. JB വാൾ എന്ന് പറഞ്ഞിട്ട് ജർമ്മൻ കമ്പനി ആയിരുന്നു. ഇത് ഫിനിഷിംഗ് കണ്ടില്ലേ? അടുത്തത് മകന്റെ റൂമിലെ വാർഡ്റൂം. ഇത് കുറച്ചുകൂടി ബിഗർ സൈസ് ആട്ടോ. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട്. ഉമ്മാന്റെ പേരക്കുട്ടിയായത്. ഇതെങ്ങനെ പുറത്തേക്ക് കാണാം. ചെയർമാന്റെ വീട്, മലബാർ ഗ്രൂപ്പിന്റെ ചെയർമാൻ അമ്മാന്റെ ആങ്ങളുടെ വീട്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പുറോട്. ഇങ്ങനെ കൊണ്ടിടുന്നു. അമ്മ മോനെങ്ങനെ എന്നെക്കാളും കൂടുതൽ ലാളിച്ച മൂപ്പറയാണ് പോലും. ഇങ്ങനെ കാറ്റുണ്ടോ ഇവിടെ? നല്ല കാറ്റ്. എനിക്ക് തോന്നുന്നു ഈ മുറിയിലാണ് ഏറ്റവും കൂടുതൽ കാറ്റ്. അത് ഉമ്മ എടുത്തോ? അമ്മ പറഞ്ഞു എനിക്ക് ഈ റൂം തന്നെ മതിയെന്ന്. ഉമ്മ മനപ്പുറം നോക്കി എടുത്താണോ? ഉമ്മ പറഞ്ഞു എനിക്ക് കാറ്റ് വേണം. ഉമ്മ പറഞ്ഞു എനിക്ക് എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കണം, എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് ആങ്ങളെ ഇങ്ങനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ റൂം തന്നെ വേണമെന്ന് പറഞ്ഞു. ഇവിടെ കറക്റ്റ് കാണാം. അപ്പം ആങ്ങള അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും. ആങ്ങള അവിടുത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് നോക്കും. ഉമ്മ അങ്ങോട്ട് നോക്കിട്ട് ഇങ്ങനെ ടാറ്റ പറയും. ഇങ്ങനെ ടാറ്റ പറയും. ബാത്റൂം തുറന്നു നോക്ക്. ഓ, ഇതും ഇവിടെയും മറ്റേതുണ്ടല്ലേ? ഇവിടെ ഉണ്ട്. ഇതാ കൊള്ളാല്ലേ? പ്രയർ റൂം. കാല് കഴുകണം. കാല് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. മുഖം എടുക്കാനുള്ള സ്ഥലം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ
നിസ്കരിക്കാൻ. ഇവിടെ നമുക്ക് കാറ്റ് കിട്ടും, കാണിച്ചു തരാം. ഓ, ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റല്ലേ? ആ റൂമിന്റെ കാറ്റ് ഇവിടെ കിട്ടുന്നില്ല. ഇല്ല, കുറവാ. എന്നാലുണ്ട്, കാറ്റുണ്ട്. ഇത് മകളുടെ റൂമാണ്. മകളുടെ റൂമില് ഇതും കൊള്ളാം. എങ്ങനെ? ഇത് വൈബ്. ഓ, ഇത് കിടിലൻ വ്യൂ കേട്ടോ. ഉള്ള ബാത്റൂമിൽ ഏറ്റവും കൂടുതൽ നല്ല വ്യൂ ഈ ബാത്റൂമിലാ. ഇതൊരു സ്പെഷ്യൽ സെറ്റിംഗ് ആണിത്. മിറർ ഇങ്ങനെ താഴോട്ട് ഇറക്കി അല്ലേ? അതെ, കറക്റ്റ് സൈസ്. ഓക്കെ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ ഇത് ഒരു മരം ആർട്ട്. വാ, നമ്മളാണ് ഇപ്പോൾ അടുത്ത ബാൽക്കണിലേക്ക് പോവാം. ഈ ഒരു ഔട്ട്ഡോർ ഏരിയ ആണ്, ഫ്രണ്ടിലത്തെ ഔട്ട്ഡോർ ഏരിയ ആണ്. അതെ, എനിക്കൊന്ന് ഫ്രണ്ടിലെ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം ഇതാണല്ലേ. അതെ അതെ. ബാക്കിയൊക്കെ നമുക്ക് വേറെ ഫുൾ മലകളും. ഇനി നമുക്ക് പുറത്ത് ഫുള്ള് ഈ കമ്മ്യൂണിറ്റി ഫുള്ള് കാണാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് നമുക്ക് അവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ആരെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ഏൽപ്പിച്ചൊരു ഏരിയ ആണിത്. പോയി ഓക്കെ അല്ലേ? പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് വാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ആരൊക്കെയാ വരുന്നത് പോകുന്നത്. ഇവിടെയോ? ഇവിടെ കണ്ടില്ലേ താഴോട്ടല്ലോ? എല്ലാം കാണാം. പിന്നെ നമുക്ക് അത് ഭയങ്കര ഇതൊരു നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നമുക്ക് ഒരു ഊഞ്ഞാലാടാനൊക്കെ. ഇത് ഒറിജിനൽ മരമല്ലേ? മസ്താനി ഒന്ന് ഇരിക്കി. എങ്ങനെയുണ്ട് മസ്താനി? ഫീലിംഗ് എങ്ങനെയുണ്ട്? ഇത് അടിപൊളി. എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് നൈസ് വൈബ്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാ. അതെ. ഞാൻ ആദ്യം ഇത് കണ്ടെങ്കിൽ ഇവിടെ നിന്ന് എണീക്കില്ലായിരുന്നു. അവിടെ തന്നെ ഇരുന്നോ? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഈ കോമ്പൗണ്ടിലുള്ള കംപ്ലീറ്റ് സംഭവം കാണാൻ പറ്റും. ചെയർമാന്റെ വീട് കാണാൻ പറ്റും, നമ്മളെ കോ ചെയർമാന്റെ വീട്, നമ്മളെ നിഷാദ് ഭായിന്റെ വീട്, എന്റെ ബ്രദറിന്റെ വീട്. ഈ വീടൊക്കെ നമ്മൾ വന്ന വഴിക്ക് കണ്ടു. എന്റെ സിസ്റ്ററിന്റെ വീട്, ഗഫൂർ ഭായിന്റെ വീട് എല്ലാം കാണാൻ പറ്റും. അങ്ങനത്തെ നല്ലൊരു ഏരിയ ആണിത്. അപ്പൊ ഇവിടെ നിന്നാ മതി, എല്ലാം കാണാൻ പറ്റും. കുറച്ചുകൂടി വെയിൽ പോയാൽ നല്ല സുഖമായിരിക്കും അല്ലേ? നല്ല ഇപ്പൊ ചൂടുണ്ടോ? കുഞ്ഞു വെയിലടിക്കുന്നുണ്ട്. ഒന്നുമില്ല, സൺസെറ്റിന്റെ വെയിൽ. എനിക്ക് എന്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതാ. ഈ വീട്ടിലെ ഇത് കൊള്ളാം, നല്ല വൈബ്. ഇവിടെ ആക്ച്വലി സർവൻസ് എത്ര പേരുണ്ടോ? സർവൻസ് എല്ലാം കൂടി ഒരു 4-5 ആൾക്കാരുണ്ട്. 4-5. ഇതെങ്ങനെ ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ക്ലീൻ ചെയ്യാൻ നമ്മൾ പറയൂല കേട്ടോ. അവര് നമ്മളൊരു പാർട്ട് ഓഫ് ഫാമിലി അല്ലേ. അവര് നമ്മുടെ കുടുംബം. സർവൻസ് നമ്മൾ പറയില്ല. ഒരു ഏരിയ എന്ന് പറഞ്ഞില്ലേ, ഈ ഏരിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആണ്. ഗ്യാതറിങ്സ്. ഇത് വേറെ ലെവല്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറെ ഇവന്റ്സും ഫങ്ഷൻസോ. ഇവിടെ ഇന്ന് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഇവന്റ് ഒക്കെ നടത്താൻ പറ്റും കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി താഴേക്ക് പോവാം. താഴെ ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ലിഫ്റ്റ് വഴി താഴേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു സർപ്രൈസ് അല്ലേ, ഹോം തിയേറ്റർ. നമുക്ക് ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇതിന്റെ പണി ഇനി കംപ്ലീറ്റ് ആവാനുണ്ടോ? കുറച്ചുകൂടി പണി. അതൊരു മൾട്ടിപ്ലെക്സിലുള്ള ആ സെയിം സ്ക്രീൻ സൈസ് അല്ലേ? ചെറിയൊരു മിനി തിയേറ്റർ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ഏരിയ ആകാം. മൊത്തത്തിൽ അടിപൊളി. അപ്പോ നമ്മൾ ഫൈനലി നമ്മളെ പിന്നെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറെ ആക്ച്വലി നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് കുറേ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പം കുറേ വീടിന്റെ പല പല ഭാഗങ്ങളും ഫോട്ടോസും റീൽസും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരണം എന്ന്. അപ്പൊ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ഹോമാണ്. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ വീട്ടിലും അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു. മസ്താനി ഫാമിലി ആയിട്ട് വരിക. ഒരു ദിവസം വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ്. അപ്പൊ ഇനിയും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. 2026 വളരെ നല്ലൊരു വർഷമാവട്ടെ. 2026 അല്ലേ? ഒരുപാട് പിന്നെ എന്താ പറയാ, കുറച്ച് സമാധാനം, സന്തോഷം, പിന്നെ നല്ലൊരു വർഷമാവട്ടെ. യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത, പരസ്പരം കലഹിക്കാത്ത, സമാധാനപരമായിട്ടുള്ള ഒരു ലോകം 2026 വർഷത്തിൽ എല്ലാവർക്കും ഹാപ്പിനെസ്സും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു. അപ്പോൾ വൈൻഡിങ് അപ്പ്. ബൈ. ബൈ.